കോഴിക്കോട് വടകര ഓർക്കാട്ടേരിയിൽ ഗണപതി ക്ഷേത്രത്തിന്റെ ഭൂമി കയ്യേറി ശൌചാലയം പണിയാൻ പഞ്ചായത്തിന്റെ ഗൂഢനീക്കം. ആർഎംപിയുടെ പിന്തുണയോടെ മുസ്ലിം ലീഗ് ഭരിക്കുന്ന പഞ്ചായത്തിനെതിരെ ഭക്തജന പ്രതിഷേധം ഇരമ്പുന്നു. ഒരു കാരണവശാലും പഞ്ചായത്തിന്റെ നടപടി അംഗീകരിക്കാനാകില്ലെന്ന് ഭക്തജനങ്ങൾ വലിയ പ്രതിഷേധമാണ് പ്രദേശത്തു നിന്ന് ഉയരുന്നത്. വടകര ഓർക്കാട്ടേരിയിൽ ഗണപതി ക്ഷേത്രത്തിന്റെ ഭൂമി കയ്യേറി ശൌചാലയം പണിയാനാണ് ആർഎംപി പിന്തുണയോടെ മുസ്ലിം ലീഗ് ഭരിക്കുന്ന പഞ്ചായത്തിന്റെ നീക്കം. 2023 പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കയ്യേറ്റ ശ്രമം ആദ്യമുണ്ടാകുന്നത്. ഭക്തജനങ്ങൾ ഇടപെട്ട് കയ്യേറ്റം തടഞ്ഞിരുന്നു. അപ്പോഴേക്കും അന്നത്തെ ഭരണസമിതിയുടെ ഒത്താശയോടെ ക്ഷേത്രത്തിന്റെ ഭൂമി വ്യാജരേഖകൾ ചമച്ച് പഞ്ചായത്ത് സ്വന്തമാക്കിയിരുന്നു. ഭൂമി ആസ്തി രജിസ്റ്ററിൽ ചേർത്ത് സർക്കാർ ഭൂമിയാണെന്ന് വരുത്തി തീർത്തിരുന്നു. എന്നാൽ ഭൂമിയുടെ ഉടമസ്ഥാവകാശം അടക്കമുള്ള രേഖകൾ ഹാജരാക്കാൻ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടില്ല. പിന്നീട് ഭക്തർ നടത്തിയ അന്വേഷണത്തിൽ കോഴിക്കോട്ടെ ആർക്കൈവിൽ നിന്ന് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചില രേഖകൾ ലഭിച്ചു. സ്ഥലം ഓർക്കാട്ടേരി ഗണപതി ക്ഷേത്രത്തിന്റെ ഭൂമിയാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. പരമ്പരാഗതമായി വർഷങ്ങളായി ക്ഷേത്രത്തിന്റെ സ്വത്തായിട്ടുള്ള ഈ കച്ചേരി മൈതാനം 2014 കൃത്രിമ രേഖ ഉണ്ടാക്കിക്കൊണ്ടാണ് പഞ്ചായത്തിന്റെ ആസ്തിയായിട്ട് രേഖപ്പെടുത്തിയത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയാണ്. ആ ആസ്തി രേഖയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിന് ബേസായിട്ട് വേണ്ട, അടിസ്ഥാനമായിട്ട് വേണ്ട യാതൊരുവിധ രേഖയും പഞ്ചായത്തിൻ്റെ കയ്യിലില്ല. മാത്രമല്ല, ഈ ആസ്തി രേഖയ്ക്ക് ഒരു സർവേ നമ്പർ പോലും ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. തെറ്റായിട്ടുള്ള കയ്യേറ്റ നീക്കത്തിൽ നിന്ന് പഞ്ചായത്ത് അധികൃതർ ഉടൻ ആ നീക്കത്തിൽ നിന്ന് പിന്മാറണം. എന്നാൽ ഏതു വിധേനയും ക്ഷേത്രഭൂമി കയ്യേറാനുള്ള ശ്രമമാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നത്. പഞ്ചായത്തിന് കീഴിൽ ഒഴിഞ്ഞുകിടക്കുന്ന മറ്റനവധി സ്ഥലങ്ങൾ ഉണ്ടായിട്ടും ക്ഷേത്രഭൂമിയിൽ തന്നെ ശൌചാലയം പണിയണമെന്ന വാശിക്ക് പിന്നിൽ മറ്റു പലരുമുണ്ടെന്ന് ഭക്തജനങ്ങൾ ഉറപ്പിച്ചു പറയുന്നു. ക്ഷേത്രഭൂമി നേടിയെടുക്കാൻ ലക്ഷദ്വീപ സമർപ്പണമടക്കം ഭക്തരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. നിലവിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കേസ് കോടതിയുടെ പരിഗണനയിലാണ്. കോടതിയിൽ നിന്ന് നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഭക്തജനങ്ങൾ. ജനം, കോഴിക്കോട്.